ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ റെഡിയാക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ക്യാരറ്റും ബീൻസും ബീട്രൂട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും നന്നായി വാഷ് ചെയ്ത ശേഷം ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ചെറുതാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. മൂന്നും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് മൂന്നും ഒരേ ലെവലിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ക്യാരറ്റും ബീൻസും ബീട്രൂട്ടും ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 സവാള സ്ലൈസ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലോട്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം വെജിറ്റബിൾസിന് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഈ സമയം കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേപ്പില ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോഴേക്കും വെജിറ്റബിൾസ് എല്ലാം നന്നായി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം. ഞാനിതിലോട്ട് ഒട്ടും തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലോട്ട് 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചമ്മന്തിക്കെല്ലാം ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരേ ലെവലിൽ എല്ലാം കുക്കായി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം അല്പം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തോരൻ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ സെപ്പറേറ്റ് ആയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ബീൻസും എല്ലാം തോരൻ വയ്ക്കാറുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.